51 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, 1 മുതൽ തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നതിനായി n×n+1/2 എന്നുള്ളൊരു ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ 1 മുതൽ എന്നുള്ളതിന് പകരം 51 മുതൽ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അതിൽ നിന്നും രണ്ടാമതായി 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടതിന് ശേഷം ഒന്നാമത്തേതിൽ നിന്നും രണ്ടാമത്തേത് മൈനസ് ചെയ്താൽ മതിയാകും. അതിനായി 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നതിനായി ഇക്വേഷൻ ഇവിടെ n×n+1/2 ആണ്. n എന്ന് പറയുന്നത് 100, 100+1 ഭാഗം 2, അതായത് 100×101/2. ഇവിടെ 100നെയും 2നെയും കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 50×101, അതായത് 5050 എന്ന് ഒന്നാമതായി കിട്ടും. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് 1 മുതൽ 50 വരെയുള്ള സംഖ്യയുടെ തുക കാണുക. അവിടെയും ഇതേ ഇക്വേഷൻ തന്നെയാണ്. 1 മുതൽ 50 വരെ ആവുമ്പോൾ സംഖ്യയിലെ n എന്ന് പറയുന്ന 50, 50×50+1 ഭാഗം 2. ഇവിടെ 50×51/2. ഇവിടെ 50നെയും 2നെയും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 25 എന്ന് കിട്ടുന്നു. 25×51 എന്ന് പറയുമ്പോൾ നമുക്ക് 1275 എന്ന് ഗുണനം ചെയ്യുമ്പോൾ കിട്ടുന്നു. ഇനി മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ തന്നിരിക്കുന്ന ഈ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുകയും 1 മുതൽ 50 വരെയുള്ള സംഖ്യകളുടെ തുകയും അവ തമ്മിൽ ഡിഫറൻസ് ചെയ്താൽ മതിയാവും. അതായത് 51 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക കാണുന്നതിനായി ഇവിടെ തന്നിരിക്കുന്ന 5050 മൈനസ് 1275, 0 നിന്ന് 5 പോവില്ല, നമ്മളിവിടെ ഒന്ന് കട എടുക്കുന്നു. അപ്പോൾ 10, 10ൽ നിന്ന് 5 പോകുമ്പോൾ 5, ഇവിടെ 4 വരുന്നു. ഈ 4ൽ നിന്ന് 7 പോകില്ല. ഇവിടെ നിന്ന് നമ്മൾ തൊട്ടിപ്പുറത്ത് വരുന്നു, അവിടെയും ഇല്ല. അവിടെ തൊട്ടിപ്പുറത്ത് വരുമ്പോൾ ഇവിടെ ഉണ്ട്. 5ൽ നിന്ന് കടമെടുത്തുള്ളൂ 10, 10ൽ നിന്ന് ഇപ്പുറത്തുകൊണ്ട് വരുമ്പോൾ 1, 14, 14ൽ നിന്ന് 7 പോകുമ്പോൾ 7, ഇവിടെ 9 ഉണ്ടാവും. 9ൽ നിന്ന് 2 പോകുമ്പോൾ 7, ഇവിടെ നമ്മൾ 5ൽ നിന്ന് നേരത്തെ പറഞ്ഞ കടമെടുത്തു. അപ്പം 4, 4ൽ നിന്ന് 1 പോകുമ്പോൾ 3. അതായത് നമ്മുടെ ഉത്തരം എന്ന് പറയുമ്പോൾ 3775 എന്ന് കിട്ടും.